നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെ പോസിറ്റീവായും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ ഒരു മുടക്കവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ശ്വാസമെടുക്കൽ. എന്നാൽ ഈ ശ്വാസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? -35 ഡിഗ്രി കൊടും തണുപ്പിൽ മണിക്കൂറുകളോളം വസ്ത്രങ്ങളില്ലാതെ നിൽക്കാൻ വിം ഹോഫ് എന്ന മനുഷ്യനെ സഹായിച്ചത് എന്താണെന്നറിയാമോ? മരുന്നുകളില്ലാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എങ്ങനെയാണ്? ഉത്തരം ഒന്നേ ഉള്ളൂ: ശ്വാസത്തിന്മേലുള്ള നിയന്ത്രണം. നമ്മുടെ മഹത്തായ യോഗശാസ്ത്രം ഇതിനെ സ്വരയോഗ എന്ന് വിളിക്കുന്നു. നമ്മുടെ ശ്വാസം വെറുമൊരു വായുവല്ല, അത് പ്രപഞ്ചത്തിലെ വലിയൊരു പ്രാണോർജ്ജമാണ്. ശ്വാസത്തെ നിയന്ത്രിച്ച് എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ് മാറ്റാമെന്നും വിജയങ്ങൾ സ്വന്തമാക്കാമെന്നും സക്സസ് മന്ത്ര ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വരുന്നത് ഇത്ര വർഷം ജീവിക്കുമെന്ന കണക്കുമായിട്ടല്ല, മറിച്ച് ഇത്ര ശ്വാസം എന്ന കണക്കുമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. വേഗത്തിൽ ശ്വാസമെടുക്കുന്ന പട്ടിയെയും മുയലിനെയും പോലെയുള്ള ജീവികളുടെ ആയുസ് 10 വർഷത്തിൽ താഴെയാണ്. എന്നാൽ വളരെ സാവധാനം ശ്വാസമെടുക്കുന്ന ആമ 150 അധികം വർഷം ജീവിക്കുന്നു. ഇതിനർത്ഥം നമ്മൾ എത്ര ശാന്തമായി സാവധാനം ശ്വാസമെടുക്കുന്നുവോ അത്രയും നമ്മുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും എന്നാണ്. നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ശ്വാസം വളരെ വേഗത്തിലുള്ളതായിരിക്കും. എന്നാൽ നിങ്ങൾ സങ്കടത്തിലായിരിക്കുമ്പോൾ ശ്വാസം വളരെ ഭാരമുള്ളതായിരിക്കും. സന്തോഷത്തിലായിരിക്കുമ്പോഴോ ശ്വാസം വളരെ ശാന്തവും താളാത്മകവുമായിരിക്കും. നമ്മുടെ ഓരോ മൂഡിനും ഓരോ ശ്വാസ പാറ്റേൺ ഉണ്ട്. ഇതിൽ നിന്നും ഒരു വലിയ രഹസ്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ബോധപൂർവം നമ്മുടെ ശ്വാസത്തെ ശാന്തമാക്കിയാൽ ഏത് സ്ട്രെസ് നിറഞ്ഞ അവസ്ഥയിലും നമ്മുടെ മനസ്സ് ശാന്തമാകും. ശ്വാസം എന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ റിമോട്ട് കൺട്രോളാണ്. നമ്മുടെ ശരീരത്തിൽ പ്രാണോർജ്ജമൊഴുകുന്ന 72,000 നാഡികളുണ്ട്. ഇതിൽ 3 എണ്ണമാണ് ഏറ്റവും പ്രധാനം. 1. ഇടനാഡി. നിങ്ങളുടെ ഇടത് മൂക്കിലൂടെയാണ് ശ്വാസം കൂടുതൽ പോകുന്നതെങ്കിൽ അത് ചന്ദ്രസ്വരമാണ്. ഇത് ശരീരത്തെയും മനസ്സിനെയും തണുപ്പിക്കുന്നു. ശാന്തത വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. 2. പിംഗളനാഡി. വലതു മൂക്കിലൂടെയാണ് ശ്വാസമെങ്കിൽ അത് സൂര്യസ്വരമാണ്. ഇത് ശരീരത്തിന് ചൂടും ഊർജവും നൽകുന്നു. ശാരീരിക അധ്വാനം വേണ്ട കാര്യങ്ങൾക്ക് ഇത് നല്ലതാണ്. 3. സുഷുമ്ന നാഡി. വളരെ അപൂർവമായി 2 മൂക്കിലൂടെയും ഒരേപോലെ ശ്വാസം പോകുന്ന അവസ്ഥയാണിത്. ഈ സമയത്താണ് നമ്മൾ പ്രാർത്ഥനയും ധ്യാനവും ചെയ്യേണ്ടത്. ഇത് പ്രപഞ്ചവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലെയും തലച്ചോറിലെയും എല്ലാ ബ്ലോക്കുകളും മാറ്റി സ്ട്രെസ് ഇല്ലാതെ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വിദ്യയാണ് നാഡിശോധന പ്രാണായാമം അഥവാ അനുലോം വിലോം. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നടുനിവർത്തി ശാന്തമായിരിക്കുക. വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് വലതു മൂക്ക് അടച്ചുപിടിച്ച് ഇടതു മൂക്കിലൂടെ പതുക്കെ ദീർഘമായി ശ്വാസമെടുക്കുക. ശ്വാസം വയറിലേക്ക് എത്തണം. ഒരു 4 സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. ഇനി മോതിരവിരൽ കൊണ്ട് ഇടതു മൂക്ക് അടച്ച് വലതു മൂക്കിലൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലതു മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതു മൂക്കിലൂടെ വിടുക. ദിവസവും വെറും 10 മുതൽ 15 വരെ മിനിറ്റ് ഇത് ചെയ്താൽ നിങ്ങളുടെ ഏകാഗ്രത കൂടും, ബ്രെയിൻ ഫോക്കസ് മാറും, നിങ്ങളുടെ നെർവസ് സിസ്റ്റം ബാലൻസ്ഡ് ആവും. ശ്വാസം എന്നത് ജീവിക്കാനുള്ള വെറുമൊരു പ്രക്രിയയല്ല, ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കുന്ന അത്ഭുത പാലമാണ്. നിങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ഈ വലിയ അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ "ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ലൈഫ്" അല്ലെങ്കിൽ "എൻ്റെ ജീവിതം ശാന്തവും പോസിറ്റീവുമാണ്" എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനവും അത്ഭുതങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പോസിറ്റീവ് എനർജിക്കായി സക്സസ് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഈ അത്ഭുത അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.